പലപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. താങ്കള് എന്താ പറയാ ഹൃദയം വെച്ചാണ് സിനിമ ചെയ്യുന്നത് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അതിന്റെ മ്യൂസിക് ആയാലും മ്യൂസിക് സിനിമ ബ്ലെൻഡ് ചെയ്യുന്ന രീതി. കാരണം ഇപ്പൊ ഇതാ താങ്കൾ ചെയ്തിരിക്കുന്ന രണ്ട് പടങ്ങളാണ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പടത്തിന് ശേഷം നല്ല ഗ്യാപ്പ് എടുത്താണ് അടുത്ത പടം ചെയ്തത്. ഇപ്പം അതിന് ശേഷം നല്ല ഗ്യാപ്പ് എടുത്താണ് ഇപ്പൊ ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ടൈമാണോ അതോ താങ്കൾ എന്തുകൊണ്ട് അത്രയും ബ്രേക്ക് എടുക്കുന്നത്? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം താങ്കൾ ഇന്ന് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സമയം എടുക്കുന്നത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ സിനിമ വളരെ കുറച്ച് സമയം കൊണ്ട് എഴുതിയതാണ്. സമയം പിന്നെ ഹൃദയം കൊണ്ടാണ്, എല്ലാവരും ഹൃദയം കൊണ്ട് തന്നെ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇങ്ങനെ കുറച്ചുകൂടി കണക്റ്റ് ആവാം. ട്രെൻഡും അങ്ങനത്തെ ഒരു സാധനം മാത്രമാവണ്ട. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരോടും കുറച്ചുകൂടി സ്നേഹത്തിന്റെ ഭാഷയിലൊക്കെ സിനിമ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇമോഷൻ നിലനിൽക്കണ്ടേ, അതുകൊണ്ട് ചെയ്തതാണ്. ഓൾസോ മ്യൂസിക് ആണെങ്കിൽ എന്താ ഇപ്പം പറയാം, ഇപ്പം താങ്കൾ ആദ്യമായിട്ടാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് താങ്കൾ ഇതിനകത്ത്. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മ്യൂസിക്കോട് ഓൾസോ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എൻ്റെ കഴിഞ്ഞ 2 സിനിമയും വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സംഗീത കോളേജിൽ. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ സിനിമ എഴുതുക കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഹാർമോണി പെട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഴുതിയ കൂട്ടത്തിൽ ചെയ്ത പാട്ടുകളാണ് ഇതെല്ലാം. ആ സീനുകൾ എഴുതുമ്പോൾ എനിക്ക് തോന്നിയ പാട്ടുകൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ എഴുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഇംപ്രൂവൈസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിന് പാട്ടുകളായതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കഥ ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുക്ക പോയിട്ട് ഇത് മുഴുവൻ അയാളെ കൺവിൻസ് ചെയ്ത് ഇത്രയും പാട്ടുകൾ അയാളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റൂല. ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഭയങ്കര തിരക്കാണ് ആക്ച്വലി. അവരുടെ കയ്യിൽ നിന്ന് പാട്ടുകൾ കിട്ടാനും ഭയങ്കര പാടാണ്. അവർ ഒരേ സമയം ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തെടുക്കാനായിട്ട് ഈ നേരം ഉണ്ടായില്ല. അത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ, അത് കൊള്ളാമെന്ന് ആദ്യം ജഡ്ജ് ചെയ്യേണ്ട ആള് ഞാനാണ്. എനിക്കിത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടും മറ്റുള്ളവരത് പാടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ആ പാട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അജീഷിനെ പോലത്തെ ഒരു കലക്ക മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കിരണാണ്. അജീഷ് പറഞ്ഞു, കിരൺ ദാസ് എഡിറ്റർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഞാനൊരു പയ്യനെ അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ടിൻ്റെ കൂടെ എനിക്കൊരു പയ്യനെ വേണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളി വന്നതിൻ്റെ അടുക്കൽ എൻ്റെ കൂടെ അങ്ങ് വന്ന് നിന്നു. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാവുന്ന പിള്ളേരൊക്കെ തന്നെ ജിഷ്ണൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വന്ന് താമസിച്ച് ഞാൻ കുഞ്ഞിക്കവിളിൻ്റെ ഈ പറഞ്ഞ ട്യൂൺ മൂളിക്കൊടുത്തു. അത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഒരു രൂപത്തിലേക്ക്, ലിറിക്സ് ഇല്ല, വിനായകൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം. അത് മനോഹരമായിട്ട് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു ഇത് കൊള്ളാലോ. അപ്പോൾ അജീഷ് തന്നെ മുഴുവൻ പടവും ചെയ്യട്ടെ എന്ന് അന്ന് രാത്രി തീരുമാനിക്കായിരുന്നു. കുഞ്ഞിക്കവൾ അത്രയും മനോഹരമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അജീഷ് തന്നെ ഫുൾ സിനിമയിലേക്ക് വരണം. അപ്പം അതുകൊണ്ട് പിന്നെ മ്യൂസിക് ഒരുപാട് മ്യൂസീഷ്യൻസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസും അവരുടെയൊക്കെ ലൈഫും അവരുടെ വളർച്ചയും താഴ്ചയും അവരുടെ പാട്ടുകളും ഹിറ്റുകളും എല്ലാം കണ്ട് വളർന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് പണ്ട് മുതലേ അറിയാവുന്നത് കൊണ്ട് അങ്ങ് തീരുമാനിച്ചത്രേ ഉള്ളൂ. വർക്കല്ലേ? വളരെ നല്ല സോങ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറെ സമയം ഇങ്ങനെ പാടി ഒരുപാട് റീലിനകത്തൊക്കെ ഈ സോങ് ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടച്ചിങ് ഉണ്ട് ഈ സോങ്. താങ്ക് യു നിങ്ങൾക്കും. ഞാൻ കണ്ടു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഓൺലൈനിലും മുഴുവനും ഈ പാട്ടും ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അടിപൊളി. താങ്ക് യു. Thank you so much. And sorry for interrupting. We have yet another very special person to invite. Suraj Santosh is here. നമുക്ക് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് ഈ സോങ് പ്രസന്റ് ചെയ്ത് സൂരജും ഇന്നേ ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി ജോയിൻ. ബ്രോ ഇരിക്ക്. സൂരജ് സിനിമയുടെ ലാസ്റ്റ് ഒരു വോയിസ് ഓവർ ഉണ്ട്, അത് മമ്മൂക്കയാണ്.
ട്രെയിലർ ലോഞ്ചിനും മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ പ്രസൻസ് എത്രമാത്രം ഉണ്ട് ശരിക്കും സിനിമയ്ക്ക്? അദ്ദേഹത്തിന്റെ പ്രസൻസ് അത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും, നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമ്മൂക്ക ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം വന്നു, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ, പക്ഷെ പറ്റിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് പറഞ്ഞപ്പോൾ അത് ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു 2 വരിയിൽ എല്ലാവരിലേക്കും എത്തി. അതാണ് ദൈവാനുഗ്രഹം, ഭാഗ്യം. പിന്നെ ഈ അസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങിയ ആളാണ്, അപ്പോൾ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ശരിക്കും അതിന്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആക്കി വെക്കണം എന്നുള്ള തോട്ട് എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തില്ല. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സിനിമകളിലെ കുറേ കഥകൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, പക്ഷെ ഞാൻ കേട്ട കുറേ കഥകളും ഒക്കെ ഇതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് ഫാൻറ്റസി ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചേക്കുവാണ്. ഇതിന് ഭയങ്കര സിനിമയ്ക്കകത്തെ മറ്റേ റിയലിസ്റ്റിക് എല്ലാം കൂടി വലിച്ചു വാരി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താണ് വാക്കുകളൊക്കെ ചിലതൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ചില ഫൗൾ ഡയലോഗുകളും ലാംഗ്വേജും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരല്ലേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരല്ലേ ഡയറക്ടേഴ്സ് ആവുന്നത്. സോ ആരെങ്കിലുമൊക്കെ ഈ ഇമോഷനും കൂടിയൊക്കെ ഒരിടത്തും ഒരു വിലയില്ല അസിസ്റ്റന്റ് ഡയറക്ടർ. വീട്ടിലും ഇല്ല, നാട്ടിലും ഇല്ല, കുടുംബത്തും ഇല്ല. അപ്പോൾ അവരെയൊക്കെ കേന്ദ്രപദാർത്ഥമാക്കി ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൻ്റെ പെയിനൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആർക്കേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ